നമ്മളിപ്പോൾ താജ്മഹലിൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഈ താജ്മഹൽ കാണുമ്പോൾ തന്നെ ഇത് സിമെട്രിക്കാണ്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ മാതിരിക്കാണ്. 4 ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ മാതിരിക്കാണ് താജ്മഹൽ ഉള്ളത്. താജ്മഹലിന് അവിടെ ഒരു റോയൽ ഗേറ്റ് ഉണ്ട്. ഇത് ഗസ്റ്റ് ഹൗസാണ്. അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഇത് യമുന നദിയാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മക്ബറ ഖബർസ്ഥാൻ കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഡെമോ മുമ്പ് മേലെ ഉണ്ടാക്കി വെച്ചത് കാണാൻ സാധിക്കുള്ളൂ. അടിയിൽ ആണ് മക്ബറ. അത് അവരുടെ ആനിവേഴ്സറിക്ക് മാത്രമാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അത് ഫെബ്രുവരി 20-നാണ് അവരുടെ ആനിവേഴ്സറി. അന്ന് 3 ദിവസം ഇത് ഓപ്പൺ ചെയ്യും. മക്ബറ നമുക്ക് നേരിൽ കാണാം. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് യമുന നദിയാണ്. അത് ഫോർട്ടാണ്, ആഗ്ര ഫോർട്ട്. ഇത് മേത്ത പാർക്കാണ്. ആ യമുന നദിയുടെ അപ്പുറം നിൽക്കുന്നത് മേത്ത പാർക്കാണ്. ഇതാണ് താജ്മഹലിൻ്റെ റോയൽ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ്. ഇവിടെ ഏറ്റവും ബെറ്റർ സമയം എന്ന് പറഞ്ഞാൽ നവംബർ സെപ്റ്റംബർ സമയത്താണ്. അപ്പം നല്ലൊരു കാലാവസ്ഥ ആയിരിക്കും. ഇപ്പോൾ വന്ന ഭയങ്കര ചൂടാണ്. ഒരിക്കലും പുറത്തിറങ്ങി സഹിക്കാൻ പറ്റില്ല. അമ്മാതിരി ചൂടാണ് ഇവിടെ ഉള്ളത്. അപ്പം മാക്സിമം ഇത് വിസിറ്റ് ചെയ്യേണ്ടതിൽ നവംബർ സെപ്റ്റംബറിൽ വരാൻ നോക്കുക. ഈ റോയൽ ഗേറ്റിന് മുമ്പ് കാണുന്ന ഈ ഫൗണ്ടെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഷാജഹാനാണ്. ഈ ഫൗണ്ടെയിനുകൾ കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന പലകകൾ വെച്ച് പുഷ് ചെയ്തിട്ടാണ് ഈ ഫൗണ്ടെയിൻ പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഗസ്റ്റുകൾ വരുന്ന സമയത്ത് മാത്രമായിരുന്നു ഇതിൻ്റെ ഫൗണ്ടെയിൻ പ്രവർത്തിച്ചത്. ഏകദേശം ഇതിൻ്റെ 4 ഭാഗത്തും കാണുന്ന ഈ ഫോർട്ട് പോലത്തെ കാണുന്നത് റോയൽ ഗസ്റ്റ് ഹൗസ്, അവിടെ മസ്ജിദ്, ഇവിടെ റോയൽ എൻട്രി, ഇതൊക്കെ ഒരേപോലെയാണ്. ഒരു മാറ്റമില്ല. ഫുള്ള് താജ്മഹലാണെങ്കിൽ സിമെട്രിക്കലാണ്. 4 ഭാഗം, 4 ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ മാറ്റം, ഒരു മാറ്റമില്ല. അതാണ് താജ്മഹലിൻ്റെ പ്രത്യേകത. ഈ താജ്മഹൽ ഉണ്ടായിരിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് കൊണ്ട ജെയിം സ്റ്റോണുകൾ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇത് സൂര്യ റൈസ് സമയത്തും സൺസെറ്റ് സമയത്തും ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തിളങ്ങും. ആ കാണുന്നതാണ് ഈ താജ്മഹൽ ഉണ്ടാക്കാനുള്ള വർക്കേഴ്സ് താമസിച്ചിരുന്നത്. അതിൽ 210 റൂമുകളിലായിട്ട് 22,000 വർക്കേഴ്സ് താമസിച്ചിരുന്നു. ഈ 22,000 വർക്കേഴ്സ് 22 വർഷം എടുത്തിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കിയത് ഓരോ ഡോംസ് ഉണ്ടാക്കിയതും ഓരോ വർഷം വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഇത് 22 വർഷം കൊണ്ടാണ് താജ്മഹൽ പണി പൂർത്തിയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്.